രക്ഷാപ്രവർത്തനത്തിനിടെ ജീവൻ വെടിഞ്ഞ ആർ രാജേഷിന്റെ ഭൗതിക ശരീരത്തോട് കണ്ണിൽ ചോരയില്ലാത്ത അനാസ്ഥ. കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള അവസാന യാത്രയിൽ യാതൊരു മുൻകരുതലുമില്ലാതെ മൃതദേഹം വിട്ടു നൽകിയ അധികൃതരുടെ നടപടി വലിയ അമർഷത്തിന് വഴിവെച്ചിരിക്കുകയാണ്. അപകടത്തിൽപ്പെട്ട് മരിച്ചയാളുടെ ശരീരം എംബാം ചെയ്യാനോ ഫ്രീസർ സൗകര്യമുള്ള വാഹനം ഏർപ്പെടുത്താനോ തയ്യാറാകാതിരുന്ന ഭരണകൂട വീഴ്ചയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ആംബുലൻസ് ഡ്രൈവർമാരായ മുഹമ്മദ് നിയാസും മുഹമ്മദ് തൻവീറുമാണ് അനാസ്ഥ പുറത്തു കൊണ്ടുവന്നത്. വെള്ളത്തിൽ വീണ് മരിച്ചതിനാൽ ശരീരം വീർത്ത നിലയിലായിരുന്നുവെന്ന് നിയാസ് പറഞ്ഞു. ഇത്തരം സാഹചര്യങ്ങളിൽ മൃതദേഹം എംബാം ചെയ്യുകയോ ഫ്രീസർ ഉപയോഗിക്കുകയോ ചെയ്യേണ്ടത് നിർബന്ധമാണ്. എന്നാൽ യാതൊരു മുൻകരുതലും ഇല്ലാതെയാണ് മൃതദേഹം വിട്ടതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. തൃശൂർ ചാവക്കാട് എത്തിയപ്പോഴാണ് കാര്യത്തിന്റെ ഗൗരവം ഡ്രൈവർമാർക്ക് ബോധ്യമായത്. ഫ്രീസർ സൗകര്യമില്ലാത്ത ആംബുലൻസിൽ കൊണ്ടുപോകുന്നത് മൃതദേഹത്തിന് കൂടുതൽ കേടുപാടുകൾ ഉണ്ടാക്കുമെന്ന് ഭയന്നു. തുടർന്ന് ചാവക്കാട് ഹയാത്ത് ആശുപത്രിക്ക് മുൻപിൽ വെച്ച് മറ്റ് ആംബുലൻസ് ഡ്രൈവർമാരുടെ സഹായത്തോടെ മൃതദേഹം ഫ്രീസർ സൗകര്യമുള്ള മറ്റൊരു വാഹനത്തിലേക്ക് മാറ്റി. അതിനുശേഷമാണ് മൃതദേഹം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയത്. മൃതദേഹം വഴിയിൽ വെച്ച് മാറ്റുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ബന്ധുക്കളും രംഗത്തെത്തി.